ഏതാണ്? മണിച്ചേനെ കുറിച്ചിട്ട്. MLM-നെ കുറിച്ചിട്ട് അവർക്ക് ആർക്കും ഒരു കഥയില്ല. അപ്പോൾ ഞാൻ നേരത്തെ എഴുതി വെച്ചു, ഈ ആരോപണങ്ങളൊക്കെ എഴുതി വെച്ച സമയത്ത് എൻ്റെ അപ്ലൈൻ ലീഡർ ഇതൊന്നും എന്നോട് പറഞ്ഞില്ല. കാരണം മൈലേജിൻ്റെ ഇതൊന്നുമില്ല. അപ്പോൾ ആദ്യത്തെ ഒരു ഉസ്താദിൻ്റെ സംസാരം കേട്ടു. അത് പിന്നെ മണിച്ചേനെ കുറിച്ചിട്ട്. മണിച്ചേൻ എന്നുള്ള ഉറപ്പല്ലേ, മറ്റുള്ളവരുടെ പണം അത് പിടിച്ചു പറിച്ചിട്ടും കബളിപ്പിച്ചിട്ടും വഞ്ചിച്ചിട്ടും കിട്ടുന്നതല്ലേ. ഇത് നേരത്തെ ധാരാകൃഷ്ണ പറഞ്ഞല്ലോ, ഇത് പണിയെടുക്കാതെ കിട്ടുന്ന മുതലല്ലേ. അപ്പോൾ അവിടുന്ന് പഠിച്ച് രണ്ടാമത് വേറൊരാൾ കണ്ടു. അങ്ങനെ 2-3 കേസറ്റ് കിട്ടും. അതിൽ നിന്നും വ്യത്യസ്തമായി മൈലേജ് വ്യത്യസ്തമാണെന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെ ഞാൻ സജീവമായി ഇറങ്ങിയതിന് ശേഷം പിന്നെ അന്ന് ഇപ്പോഴാണ് ലീഗലി എന്നൊക്കെ സാറുമാരൊക്കെ കൂടി പഠിച്ചത്. അന്ന് പോലീസ് പിടിച്ചിട്ട് പോകുമെന്ന് ഞാൻ നോക്കി. അപ്പോൾ പോലീസ് പിടിച്ചു കൊണ്ടുപോകില്ല എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു. കാരണം പ്രൊഡക്റ്റാണ്, വെൽനസ് പ്രൊഡക്റ്റാണ്, ആർക്കും കൊടുക്കുക, മരുന്നല്ല എന്നുള്ള ബോധ്യപ്പെട്ടു. അതിനിടയ്ക്കുണ്ട ഒരു തമാശ പറഞ്ഞില്ല, നേരം വർക്കിലേക്ക്. ഞാൻ ഈ തുടക്കത്തിൽ ഇതിലേക്ക് ഇറങ്ങിയ പാടെ എൻ്റെ വീട്ടിൽ ഒരു സൂമിൽ ക്ലാസ് ഒക്കെയാണ്. സൂട്ടും കോട്ടും ടൈയൊക്കെ ഇട്ടിരുന്നു, പക്ഷെ കള്ളിത്തുണിയൊക്കെ കസേരയിലല്ലേ. അപ്പോൾ വീട്ടിലേക്ക് ഇരിക്കുന്ന സമയത്ത് ഒരു പോലീസ് വണ്ടി വീടിൻ്റെ മുന്നിൽ ആകെ പെട്ടു. കാരണം പോലീസ് പിടിക്കാന്നല്ലേ ഞാൻ അറിയിക്കുന്നത്. അങ്ങനെ അവസാനം ഓണടിച്ച പാട് ഞാൻ ഈ കൂട്ടും സ്വന്തം കള്ളിത്തുള്ളി എടുത്ത് ഒന്ന് ലുങ്കി എടുത്ത് എനിക്കറിയില്ല, ഇറങ്ങി ഓടി. അപ്പോൾ പോലീസുകാരൊക്കെ ചിരിക്കുന്നു, എല്ലാം ചിരിക്കുന്നു. അപ്പം എന്താ സാർ ചിരിക്കുന്നത് വെച്ചാലോ, ഒന്നും നിങ്ങൾ കോല കണ്ടിട്ട് ചിരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞേ, ഞാൻ ഇങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നുള്ള പ്രശ്നത്തിലാണ് ഞാൻ ഉള്ളത്. ആ സമയത്ത് നിങ്ങൾ വരുന്നതും. അപ്പൊ പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി. സാറെ പിടിക്കാനല്ല, എന്താ സംഭവം എന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അന്നേരം പേര് ചേർക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും അവരോട് പ്ലാൻ പറയായിരുന്നു. 2 മിനിറ്റ് കിട്ടിയാൽ മതി, ഞാൻ അവരോട് കിട്ടുന്ന രീതിയിൽ പ്ലാൻ പറയും. അപ്പൊ അവിടുത്തെ എന്ത് ചെയ്തു, അവർ നേരെ വേറൊരാളെ അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. അന്വേഷിച്ച് അവർ പോയി. അപ്പൊ ഈ ഒരു സാഹചര്യം അന്ന് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഞാൻ മൈലേജിലേക്ക് വന്നേരം ഞാൻ ചെയ്തെന്താണെന്നുണ്ട് ശരിയാണെന്ന് ബോധ്യപ്പെട്ടു, ഗവൺമെന്റ് അംഗീകൃതമാണെന്ന് ബോധ്യപ്പെട്ടു. അപ്പൊ ഞാൻ നേരത്തെ പഠിച്ച ഒരു ആശയമുണ്ട്, ഒരു കാര്യം ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ ആൺകുട്ടിയായി ആ കാര്യത്തിൽ പ്രവർത്തിക്കണം. ഏത് വിഷയമാണോ ആ വിഷയം ശരിയാണ്, ഞാൻ പോകുന്ന വഴി ശരിയായ വഴിയാണെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ എൻ്റെ ഭാഷയിൽ പറഞ്ഞ അമ്മായിക്കടി കളിക്കരുത്. പിന്നെ അവിടെ മുന്നോട്ട് ഇറങ്ങി പോയിക്കൊള്ളണം. ഇടോ നോക്കുന്നത് പലോ നോക്കുക. ഞാൻ ആ സിസ്റ്റത്തിൽ നേരത്തെ ധാരാളിസ്ഥാത് പറഞ്ഞില്ലേ, എൻ്റെ പോറ്റി വെള്ളത്തിൽ ഞാൻ ഒരു സമ്മതി അദ്ദേഹത്തിന് ക്ലാസ് എടുത്ത് കൊടുത്തില്ല. എന്നെ കൊണ്ട് ഒരു സഹായം ഒരാളെ പോലും ഞാൻ അപ്ലൈൻ ആക്കി കൊടുത്തില്ല. ഒരു ക്ലാസ് ഞാൻ എടുത്ത് കൊടുത്തില്ല. മൂപ്പന് എനിക്ക് ഇങ്ങോട്ട് ക്ലാസ് എടുത്തില്ല. കാരണം എന്തെങ്കിലും മെസ്സേജ് അയക്കുന്നേരം മലയാളം ഏഴാം ക്ലാസ് വിദ്യാഭ്യാസം കിട്ടും. അപ്പൊ മലയാളം മെസ്സേജ് അയക്കുന്നേരത്തില് PM ഒരു ഉമർസ അവിടെ അതല്ല ഇതാണ്, മറ്റേ അതല്ല ഇതാണ്, ഞാൻ എനിക്ക് മെസ്സേജ് അയക്കും. അപ്പൊ ഞാൻ ധാരാളിസ്ഥാനോട് പറയും, സാർ നിങ്ങൾ ഗ്രൂപ്പിൽ അയച്ചോളി, എന്നെ കൊണ്ട് ഇങ്ങനെ കഴിയൂ എന്ന് പറഞ്ഞു. കാരണം എനിക്കത് പഠിക്കാൻ പോകാൻ നേരം കിട്ടിയില്ല, പഠിച്ചിട്ടുമില്ല. അപ്പൊ അവിടുന്ന് ഞാൻ ചെയ്യും കൂടുതൽ. ഇപ്പൊ ജെമിനി വന്നതിന് ശേഷം ജെമിനിനോട് ചോദിക്കും. അപ്പൊ ജെമിനി പറയുന്നത് ശരിയോ തെറ്റോ എനിക്കറിയില്ല, അത് അപ്പാടെ ഞാൻ ചെയ്യും, കോപ്പി വിടും. അപ്പൊ ഞാൻ ധാരാളിസ്ഥാനോട് ഈ ബിസിനസ് പ്ലാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അതിന്റെ കാര്യബോധങ്ങളൊക്കെ മനസ്സിലാക്കി. രണ്ടാമത് കുറച്ചായിട്ട് പോയാലും പിന്നെ എന്നോട് നമ്പർസ് ഞാൻ പരിപാടിയൊന്നുമില്ല, ഞാൻ എനിക്ക് പോവുകയാണ്, ഞാൻ പഴയ ഫീൽഡിൽ തന്നെ പോവുകയാണ്, എനിക്ക് വരുമാനം കിട്ടും. അപ്പോൾ അവർക്ക് ധാരാളം നിങ്ങൾ ദേഷ്യം കിട്ടി, കുറച്ചും കൂടി നിങ്ങൾ സ്വന്തമായിട്ട് നിൽക്ക്, ക്ഷമിച്ച് നിൽക്ക്. അങ്ങനെ നിന്നാൽ നിങ്ങൾക്ക് വലിയ റാങ്കിലെത്താം. ഉമർസാർ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കാം എന്ന് പറഞ്ഞ ആ നിൽപ്പാണ് ഇപ്പൊ NTCയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് NTCയിലേക്ക് വരാൻ 3-4 ആൾക്കാർ റെഡിയാണ്. മറ്റേ ഭാഗത്ത് NTC എൻ്റെ മുതല ചെയർപേഴ്സൺ വന്നിട്ടുണ്ട്. അപ്പൊ ചെയർപേഴ്സൺ വന്നേരം കമ്പനിയുടെ പൊതുവിലൊരു സിസ്റ്റം ഉണ്ട്, എന്നോട് തന്നെ NTCയിൽ നിൽക്കണ്ട, ഒരാൾ വന്നില്ലേ. അപ്പൊ CTCയിലേക്ക് പോവാൻ പിന്നെ കമ്പനിയുടെ പിന്നെ ബിസിനസ് വോളിയം എന്നെ അതിലേക്കാണ് വരുത്തുന്നത്. ഏതായാലും ഈ ഒരു സംസാരം എനിക്ക് NTC അവസാനമാക്കുന്ന സംസാരം CTCയിലേക്ക് പോകണം. വളരെ സിമ്പിളാണ്, എന്നാൽ പിടിച്ചു പറയാൻ കബളിപ്പിക്കലോ വർദ്ധനയോ ഒന്നുമില്ല. ധൈര്യമായി ആർക്ക് ചെയ്യാൻ പല സ്ഥാനമാരെ കാണുന്നുണ്ട്. അറിയാതെ പഠിക്കാതെ എന്തെങ്കിലും നമ്മൾ പറയരുത്. എന്ത് കാര്യം പറയുകയാണെങ്കിലും ആരെങ്കിലും പറയുന്നത് കേട്ട് സംസാരിക്കാൻ. ഈ ബിസിനസ് ഹലാലാണ് മാത്രമല്ല, ഇത് തെറ്റാണെന്ന് പറയുന്നതല്ല നമ്മൾ ചിന്തിക്കാതെ ഓരോ ബുദ്ധിമുട്ടുണ്ട്. പല ആളുകൾക്ക് തെറ്റാണെന്ന് പറയുന്നതോ ഈ ബിസിനസ് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ചെയ്യുന്നുണ്ട്. അവരൊക്കെ ശരിയായ വരുമാനത്തോടല്ല ബിസിനസ് ചെയ്യുന്നതും അവരെ വയറ്റിലേക്ക് ശരിയായ വരുമാനത്തോടു കൂടിയല്ല അവർ ഭക്ഷിക്കുന്ന ഭക്ഷണമൊന്നും നമ്മൾ അവരെ കുറിച്ച് കുറ്റപ്പെടുത്തുകയാണ്. അത് നമ്മൾ ആലോചിക്കണം. ഇത് ഇല്ലാത്ത ആരോപണം ഉണ്ടാക്കി പറയുന്നേരം ഈ ആളുകൾ മുഴുവൻ തെറ്റായ മാർഗത്തിൽ
മാർഗത്തിൽ സഞ്ചരിക്കുന്നവരാണ് എന്നുള്ള ആരോപണം ഇതിനേക്കാൾ വലിയ ആരോപണമാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, ശരിയായ വഴിയാണെന്ന് ബോധ്യപ്പെട്ടാൽ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങുക, വളരെ സജീവമായി മുന്നോട്ട് പോവുക. ഞാൻ NTCയിലേക്ക് വന്ന് ആ മാസമാണ് പെർഫോമൻസ് ബോണസ് തുടങ്ങിയത്. ഇനി ഈ മാസം കൂടി പെർഫോമൻസ് കിട്ടിയാൽ, അതായത് NTCയിലേക്ക് വന്ന അന്ന് മുതൽ ഈ കഴിഞ്ഞ മാസം വരെ സ്ഥിരമായിട്ട് ഒരു മാസം മുടങ്ങാതെ പെർഫോമൻസ് വാങ്ങിയത്. ഇനി ഒരു മാസം പെർഫോമൻസ് വാങ്ങും, അവസാനത്തെ പെർഫോമൻസ്. പക്ഷേ ഒരു സങ്കടമുള്ള എന്താണ്, CTCയിലേക്ക് അത് പെർഫോമൻസ് ഇല്ല. എന്നാലും റാങ്ക് ചേഞ്ച് ചെയ്ത് മുന്നോട്ട് പോകല്ല, അഭിമാനമല്ലേ. ഏതായാലും എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു സംശയമില്ല, ആർക്കും ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്റെ വീട്ടിൽ നേരത്തെ പറഞ്ഞ TC ലീഡറായിട്ട് ഒപ്പം ഡ്രൈവറായി വന്ന ആളാണ്. അദ്ദേഹം ചെയ്ത് ഇന്ന് TC ആയിട്ട് ഇങ്ങോട്ട് കയറുന്നതിനെ കൊടുത്തിട്ട് പുറത്തുനിന്നായിരുന്നു. ഞാൻ പറഞ്ഞ ആരും വിളിക്കലും മോക്ക് ഒരുക്കുമെന്നല്ല, പക്ഷെ ജ്യേഷ്ഠനൂടെ കുത്തിത്തിരിപ്പുണ്ടാക്കി അവരെ വിളിപ്പിച്ചു. അപ്പൊ ആ രീതിയിൽ ഏത് നിലയ്ക്ക് നമ്മളെ അവസരം വരുന്നവരെ അതിന് അവസരം ഉണ്ടാക്കി കൊടുക്കുക. ആ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ ആർക്കും നമ്മളെ ഒപ്പം ഒന്ന് ആർക്കും വിജയിക്കാം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. 100% ഒരാളെ പറ്റിക്കാതെ വന്നിക്കാതെ ബിസിനസ് ആണെന്ന് മനസ്സിലാക്കുക. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമുക്ക് എല്ലാവരുടെയും വാല്യുബിൾ ആയിട്ടുള്ള വേഴ്സ് പേര് ആയിഷ, വീട് ചെറുകോട്, ചെയ്തിരുന്ന മേഖല സ്റ്റിച്ചിങ് ഫീൽഡായിരുന്നു. അൽത്താഫെന്നാണ് വരുന്നത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്താണ്. ഉസ്താദിന് 7ാം ക്ലാസ് ആണ്, എനിക്ക് 4ാം ക്ലാസ്. അത് കഴിഞ്ഞിട്ട് സ്കൂൾ പോകാത്തവർക്കുള്ള ബിസിനസ് അല്ല, 5 കേൾക്കുന്നത് വേറെ. പേര് അബ്ദുറഹ്മാൻ ചേതൂരാണ്, എൻ്റെ ലീഡറാണ് പ്രിയപ്പെട്ട ഉമർ സാർ. നേരത്തെ ദാരാൻ ഉസ്താദ് പറഞ്ഞ അതേ എല്ലാം ഞാനും നേടിയിട്ടുണ്ട്. ഉമർ സാറാണ് ലീഡർ. നേരത്തെ സുബിത് സാർ പറഞ്ഞൊരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്താ പറഞ്ഞാൽ, ആരോഗ്യമുള്ള സമയത്ത് ഫുള്ളായിട്ട് നമ്മൾ മറ്റുള്ള കാര്യത്തിനും വേണ്ടി പടാപാട് വന്ന് പരക്കം പറഞ്ഞ് നടക്കും. അവസാനം ആരോഗ്യം നഷ്ടപ്പെട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ നയിച്ചത് മൊത്തം ആരോഗ്യത്തിലേക്ക് എത്തിപ്പിക്കും. ഞാൻ നിങ്ങൾ കേട്ടില്ലേ, പ്ലാന് എല്ലാവരും സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. ജയ് ഹിന്ദ്. തന്നെ ഗുഡ് ഈവനിങ്. പേര് റഫീഖ് എന്നാണ്, വീട് തിരൂര്. ബൈ പ്രൊഫഷൻ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. ഈ ബിസിനസ് കാണുന്ന സമയത്ത് കേരളത്തിലും തമിഴ്നാടൊക്കെ ആയിട്ട് ട്രഡീഷണൽ ബിസിനസ് ആണ് ചെയ്തിരുന്നത്. താങ്ക് യു. നജീബ് ചുമത്തലയുടെ സ്വദേശം. ഈ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പ് ഒരു ലോറി ഡ്രൈവറായിരുന്നു. ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യാൻ കാരണം, നാളെ നമ്മളില്ലെങ്കിലും 100 കണക്കിന് ആളുകൾ ബിസിനസ് ഏറ്റെടുക്കുന്ന സമയത്ത് നമുക്കും നമ്മുടെ കുടുംബത്തിക്ക് വരുന്ന വരുമാനം ഒരു പാസീവ് ഇൻകം. ഇന്ന് ഈ ദുനിയാവിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ബിസിനസ്സാണ് മൈ ലൈഫ് സ്റ്റൈൽ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വിഷയങ്ങൾ ഉണ്ടാവട്ടെ. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ഷംസുദ്ദീൻ, മഞ്ചേരിയിൽ വരുന്ന പ്രൊഫഷണൽ എഞ്ചിനീയറാണ്. താങ്ക് യു ഓൾ ലീഡേഴ്സ്. എല്ലാ ലീഡേഴ്സിനെയും നമുക്ക് സ്നേഹപൂർവ്വം സീറ്റിലേക്ക് തിരിച്ചയക്കാം.